എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ ഈ മാലിന്യങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അതൊരു കവറിലാക്കി പിടിക്കും. എന്നിട്ട് പോകുന്ന വഴിയിൽ അവിടെയാണ് വലിച്ചെറിയും. നമ്മൾ പത്രത്തിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വാർത്തകളൊക്കെ കണ്ടിട്ടില്ലേ, വഴിയിലും പുഴയിലൊക്കെ വലിച്ചെറിഞ്ഞ് പ്രശ്നങ്ങളാണെന്നൊക്കെ. അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതായത് ഫ്ലാറ്റ് താമസിക്കുന്ന അവർക്ക് മാലിന്യം സംസ്കരിക്കാനുള്ള അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ആ ഫ്ലാറ്റിലൊന്നും ആരും ഉണ്ടാക്കി വെക്കുന്നില്ല. അവർ ജസ്റ്റ് ഫ്ലാറ്റ് ഉണ്ടാക്കി വിടും, അതിൻ്റെ വേണ്ട ഫെസിലിറ്റീസൊന്നും അവർ നൽകില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാനിപ്പോൾ UK-യിലാണുള്ളത്. അപ്പോൾ UK-യിൽ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവർ മാലിന്യം സംസ്കരിക്കാനുള്ളൊരു രീതി, ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതുപോലെ നമ്മുടെ നാട്ടിലും ചെയ്യണം. ചില പുതിയ ഫ്ലാറ്റുകളിലൊക്കെ ഉണ്ട്, എന്നാലും ഭൂരിപക്ഷം ഫ്ലാറ്റുകളിൽ ഇങ്ങനെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധി തോന്നുകയാണെങ്കിൽ ഇതും ഒരു നിയമമാക്കിയിട്ട് വീണ്ടും മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകളുണ്ടല്ലോ, പക്ഷെ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഒന്നും നമ്മുടെ നാട്ടിൽ എവിടെയും കാണാൻ കഴിയില്ല. കണ്ട എന്താ സംഭവം എന്നറിയാം, ഓരോ ഫ്ലാറ്റിൻ്റെ സൈഡിലും അതേത് ഫ്ലാറ്റിൽ നിന്ന് വേസ്റ്റായി വരുന്ന ഗാർബേജുകളുണ്ടല്ലോ, വേസ്റ്റ് ഐറ്റമുകളൊക്കെ, അത് നമുക്ക് വലിച്ചെറിയാനൊന്നും പാടില്ല. അതായത് ഫ്ലാറ്റിൻ്റെ പരിധിയിൽ തന്നെ വേസ്റ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നേരെ താഴെയുള്ള വേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ എന്തെങ്കിലും വേസ്റ്റ് വന്നാൽ നമ്മൾ ആ ഡസ്റ്റ്ബിന്നിൽ തന്നെ കൊണ്ടുവരണം. ഇതൊക്കെയാണ് UK-യിലെ ഫെസിലിറ്റീസുകളൊക്കെ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യങ്ങളാണ്, പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യില്ല. ഇപ്പം നമ്മളതിൽ പരമാവധി റോഡിന് സൈഡ് കൂട്ടിയെടുത്തിട്ടാണ് ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കുക. ഇവിടെ അങ്ങനെയൊന്നല്ല. ഇവിടെ ഫ്ലാറ്റും കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യങ്ങൾക്കുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. മാറ്റങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊന്നും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഫ്ലാറ്റ് പണിയാൻ പൈസ കൈ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ എല്ലാത്തിനും പെർമിഷൻ കൊടുക്കും. രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ